ഹായ് നമസ്കാരം, എൻ്റെ പേര് സാബു മാധവൻ. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ TVS iQube ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടാണ്. ഓ മൈ ഗോഡ്, സോറി. TVS പുറത്തിറക്കിയ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇലക്ട്രിക് സ്കൂട്ടറായ ഓർബിറ്ററിനെ കുറിച്ചിട്ടാണ്. ഈ വാഹനത്തിൽ 3 അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഹിൽ ഹോൾഡ് അസിസ്റ്റാണ്, മറ്റൊന്ന് ക്രൂയിസ് കൺട്രോളറാണ്, മൂന്നാമത്തത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് മൂന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കയറ്റത്ത് വാഹനം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ 2 വീലറൊക്കെ തിരിച്ചിറങ്ങി വരുന്ന ഒരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അതില്ലാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാഹനം എവിടെയാണോ നിൽക്കുന്നത്, കയറ്റത്ത് നിൽക്കുന്നത്, കയറ്റത്ത് മുന്നോട്ട് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പോകും. അതാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ്. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. കോംബി ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുൻവശത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിലത്തെ ബ്രേക്കും കൂടെ സ്പോട്ടിൽ അപ്ലൈ ആവും എന്നുള്ളതാണ്. അത് നമുക്ക് വാഹനം ഓടിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ സുരക്ഷിതത്വം കിട്ടും എന്നുള്ളതാണ്. കാര്യം 2 ടയർ ഒരുമിച്ച് നമുക്ക് ഗ്രിപ്പ് കിട്ടുമായിരുന്നു. അപ്പോൾ അതാണ് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം. ഈ TVS ഓർബിറ്ററിനകത്ത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദീർഘദൂര യാത്ര പോകുമ്പോൾ, അതായത് ലോങ് റോഡൊക്കെ നമുക്ക് നല്ല വിഷനായിട്ട് ഒരു 1-2 കിലോമീറ്റർ കാണുന്ന വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 25, 30, 50 കിലോമീറ്റർ സ്പീഡ് ഇതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാം. ആ 50 കിലോമീറ്റർ സ്പീഡിൽ തന്നെ വാഹനം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴത്തേക്ക് ചിലർക്ക് തോന്നും, അയ്യോ ഈ 50 കിലോമീറ്റർ സ്പീഡിൽ തന്നെ വാഹനം മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ 25 തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമോ എന്നൊരു തോന്നൽ വേണ്ട. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സിസ്റ്റം കട്ടാവുന്നതായിരിക്കും. മനസ്സിലായോ? അതായത് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ 50 കിലോമീറ്റർ 30 കിലോമീറ്റർ നമ്മളിങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് പകരം ക്രൂയിസ് കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വാഹനം അങ്ങനെ തന്നെ പോകും. നമുക്ക് അത്യാവശ്യം ബ്രേക്ക് പിടിക്കുമ്പോൾ അത് കട്ടാവും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ 3 സിസ്റ്റം കൂടി ഈ ഇലക്ട്രിക് സ്കൂട്ടറിനകത്ത്, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെ തന്നെ പറയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷോറൂം പ്രൈസ് 1 ലക്ഷം രൂപയും നമുക്ക് മറ്റ് ഇതുണ്ടല്ലോ, അതായത് ഇൻഷുറൻസ്, ടാക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് 1,18,000 രൂപയ്ക്ക് ഓൺ ദ റോഡ് ഇറങ്ങാൻ പറ്റും എന്നാണ് TVS ആറ്റിങ്ങലുള്ള ബ്ലോസം ഷോറൂംകാരെ എന്നോട് പറഞ്ഞത്. അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് IDV റേഞ്ച് അവർ പറയുന്നത് 158 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് പറയുന്നത്. റിയൽ റേഞ്ച് പറഞ്ഞാൽ 115. ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഉടമയാണ്. TVS iQube 3 വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിയ ആളാണ്. 56,000 കിലോമീറ്റർ നിലവിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 4,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 530 രൂപയാണ് ആവുന്നത്. 540 രൂപ മാത്രമാണ് ആവുന്നത്. എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഓടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് വാഹനമാണോ ഓടിക്കുന്നതെന്നൊരു ബോധ്യത്തോടു കൂടിയാണോ ഓടിക്കുക. റാഷ് ഡ്രൈവിംഗ് ഒന്നും ഇതിന് പറ്റത്തില്ല. കാര്യം അത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നഷ്ടപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരും ആക്ഷേപിച്ച് പറയുന്നതല്ല. അപ്പം നമ്മളത് അല്പസ്വല്പം നമ്മുടെ മനസ്സിനകത്തുണ്ടാവണം. പിന്നെ എനിക്ക് തോന്നുന്നത് അപകടരഹിതമായ ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എഞ്ചിനോട് കൂടി ഒരു പിടുത്തം ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കുണ്ട്. എൻ്റെ ഈ iQube-നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സുരക്ഷിതമായി വണ്ടി ആക്സിഡൻറ്റ് കട്ടാകുമ്പോൾ തന്നെ വണ്ടി ഒന്ന് ഗ്രിപ്പാവും എന്നുള്ളതാണ് മനസ്സിലായി. അല്ലാതെ സ്റ്റൈലായിട്ടൊന്നൊരു പിടുത്തം വരും. അപ്പോൾ അതൊക്കെ പിന്നെ ഇനി മറ്റൊന്നും ആലോചിക്കേണ്ടിയില്ല എന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് 50,000 കിലോമീറ്റർ ഓടുന്നത് 3 വർഷം വരെ വാറണ്ടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 50,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്ന അറിയാമല്ലോ. അത് പെട്രോളിൻ്റെ വിലയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതുവരെ ആൾക്കാർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പറ്റാത്ത കാര്യം ചെയ്യുന്ന ഒരു വില തന്നെയായിരുന്നു. ഒരു ഭയങ്കരമായിട്ടൊരു ആൾക്കാർക്കൊരു പേടിയല്ല, അത്രയും രൂപ, ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസിനെ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു വാഹനം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മികച്ച പ്രൈസിങ് ആണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. വളരെ മികച്ച ഒരു പ്രൈസാണ്. കാര്യം നമ്മളൊരു പെട്രോൾ വാഹനം എടുക്കുന്ന തുകയ്ക്ക് കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ TVS അവരുടെ കരുത്ത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. നിരത്തുകളിൽ വാഹനം എടുത്തവർക്കൊക്കെ ഭൂരിഭാഗം ആൾക്കാർക്കും പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയെ പറയാനുണ്ടാവും. അപ്പോൾ അവരിറക്കിയ പുതിയ മോഡലാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടം പ്രകാരം ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണമെങ്കിൽ പോയി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 56,000 കിലോമീറ്റർ ഓൾറെഡി ഞാൻ വണ്ടി ഓടിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് കാണാനൊക്കെ ലുക്കുണ്ട്. പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ എന്നും ഓരോന്നും പുതുതായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം അത് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി
പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ സാബു മാധവൻ സൈനിങ് ഓഫ്.